മുംബൈയിലെ ഒരു ലോക്കൽ ട്രെയിനിൽ വള വിൽക്കുന്ന 89 വയസ്സുള്ള ഒരമ്മ. ഇവരുടെ ഒരു വീഡിയോ ഈയിടെ ഇന്റർനെറ്റിൽ വലിയ ചർച്ചയായി. അപ്പോ എന്തുകൊണ്ടാണ് ഈ അമ്മയുടെ കഥ ഇത്രയധികം പേരുടെ മനസ്സ് തൊട്ടത്? ഒന്നാമതായി കമലബെന്നിന്റെ സ്വാശ്രയത്വവും അന്തസ്സുമാണ്. നോക്കൂ, ഈ പ്രായത്തിലും അവർ ആരോടും സഹതാപം ചോദിക്കുന്നില്ല. പകരം സ്വന്തമായി ഉണ്ടാക്കിയ വളകൾ വിറ്റ് ജീവിക്കുന്നു. എന്തിനാണെന്നോ, കുടുംബത്തിനൊരു ഭാരമാവാതെ അവരോടൊപ്പം താമസിക്കാൻ ഒരു കൈ സഹായം നൽകാൻ, അതും കഴിഞ്ഞ 60 വർഷമായിട്ട്. രണ്ടാമത്തെ കാര്യം, ഈ വീഡിയോയും അതിനോടുള്ള ആളുകളുടെ പ്രതികരണവുമാണ്. ഒരു സഹയാത്രികൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു ചെറിയ വീഡിയോയിലൂടെയാണ് നമ്മളൊക്കെ ഈ കഥ അറിയുന്നത്. ഇത് കണ്ടപ്പോൾ ചിലർക്ക് ഭയങ്കര സങ്കടവും വിഷമവുമൊക്കെ തോന്നി. പക്ഷെ മറ്റു ചിലർക്ക് അവരൊരു ഇൻസ്പിറേഷനായി മാറി, സ്വാശ്രയത്വത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രതീകം. ചിലരൊക്കെ അവരെ യഥാർത്ഥ ഫെമിനിസം എന്നുവരെ വിളിച്ചു. അവസാനമായി ഈ കഥ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ശക്തിക്കെപ്പോഴും വലിയ ശബ്ദമൊന്നും വേണ്ട. കമലബെന്നിന്റെ നിശബ്ദമായ കഠിനാധ്വാനം അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. ചുരുക്കത്തിൽ, കമലബെൻ മേത്തയുടെ കഥ വെറുമൊരു വൈറൽ വീഡിയോ മാത്രമല്ല, പ്രയാസങ്ങൾക്കിടയിലും അന്തസ്സോടെ എങ്ങനെ ജീവിക്കാം എന്നതിൻ്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.